ഭാരതം ന്യൂസിലാൻഡ് 5ാം T20 മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. മോശം ഫോമിലാണെങ്കിലും സഞ്ജു സാംസൺ ഹോം ഗ്രൗണ്ടിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വിവരങ്ങളുമായി കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നത് സഞ്ജു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ, ആവേശങ്ങൾ എത്രത്തോളം? നിലിമ 45 മിനിറ്റ് തികച്ചില്ല. എത്രയോ ദിവസങ്ങളായി കാര്യവട്ടത്തെ കളി കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആരാധകർക്ക് മുന്നിലേക്ക് ആ മത്സരം തുടങ്ങാൻ ഇനി 45 മിനിറ്റ് തികച്ചില്ല. 15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ടോസ് ഇടും. അപ്പോഴേക്കും ടീം പ്രഖ്യാപിക്കും. ഏതായാലും ആദ്യ മത്സരങ്ങളിൽ മങ്ങിപ്പോയ സഞ്ജു സാംസൺ ഇന്ന് ടീമിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തോന്നുന്നില്ല. കാരണം സഞ്ജു സാംസൺ ഓപ്പണറുടെ റോഡിലാണ്. സെക്രട്ടറി KC പ്രസിഡന്റായ ജയേഷ് ഒപ്പം ചേരുന്നുണ്ട്. അത് സാരമല്ല. അപ്പൊ അത് സാരമല്ല. അപ്പോ ആവേശകരമായ മത്സരത്തിനായുള്ള കാത്തിരിപ്പാണ്. സഞ്ജു സാംസൺ കളിക്കുമോ എന്ന ചോദ്യത്തിന് അതേ എന്ന ഉത്തരം തന്നെയാണ്. കാരണം 4 മത്സരങ്ങൾ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാനായെങ്കിൽ പോലും ഒരുപക്ഷെ ഇന്നത്തെ മത്സരം സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ സഞ്ജുവിന് മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഇനിയും അഭിഷേക് ശർമ്മയ്ക്ക് വിശ്രമം കൊടുത്ത് ഇഷാൻ കിഷനെ സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്യിപ്പിക്കുമോ എന്ന ചോദ്യമുണ്ട്. അതോ സഞ്ജു മധ്യനിരയിലേക്ക് വരുമോ എന്ന സംശയം ബാക്കിയുണ്ട്. ഏതായാലും ഹർഷിത് പട്ടേലിന് പകരം മറ്റൊരു താരത്തെ അവിടെ പരിഗണിക്കുന്നുണ്ട്. ഒരു മികച്ച ടീം തന്നെ ഇന്ന് കളിക്കാനിറങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരുപക്ഷെ ഇന്നത്തെ മത്സരം അതിന്റെ മത്സര ഫലം കൊണ്ട് അപ്രസക്തമാകാം. പക്ഷേ 2020 വേൾഡ് കപ്പിന് തൊട്ടു മുൻപുള്ള ഒരു മത്സരം എന്ന നിലയ്ക്ക് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു. KCയുടെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. എങ്കിലും ആത്മവിശ്വാസം എത്രത്തോളം? ഒരുക്കങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, കേരള ക്രിക്കറ്റ് ഇവിടെ 7ാമത്തെയോ 8ാമത്തെയോ മാച്ചാണ് ഇവരുടെ ഒരു നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം തന്നെ നമ്മൾക്ക് അതാണ്. അതായത് ഇന്നത്തെ മത്സരഫലം പ്രസക്തമൊന്നുമല്ല. പക്ഷേ സഞ്ജു ഹോം ഗ്രൗണ്ടിൽ ആദ്യ മത്സരത്തിന് കളിക്കാൻ ഇറങ്ങുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഓവർ ഫീൽഡ് ചെയ്യാൻ ഇറങ്ങുന്നു. വശത്തുകൂടി നടന്നു പോകുമ്പോഴുള്ള ആൾക്കാരുടെ ആർപ്പുവിളി നമ്മൾ കണ്ടതാണ്. അപ്പൊ സഞ്ജു ഹോം ഗ്രൗണ്ടിൽ കളിക്കുമെന്ന പ്രതീക്ഷയിൽ അതാണല്ലോ ഇന്നത്തെ മത്സരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. തീർച്ചയായിട്ടും നമുക്കും എല്ലാം അതാണല്ലോ ആഗ്രഹം. സഞ്ജു സാംസൺ ഇവിടെ കളിക്കണം, സെഞ്ചുറി തന്നെ വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കാര്യം സഞ്ജു എനിക്ക് തോന്നുന്നു വളരെയധികം പ്രിപ്പയർഡും ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്രട്ടറിയായിട്ട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ടീമിന് മുമ്പ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എനിക്ക് തോന്നുന്നു നൈറ്റ് നെറ്റ് പ്രാക്ടീസ് നടത്തുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ മാച്ചാണ്. ഓക്കെ കൃഷ്ണരാജ്, അങ്ങനെ കാര്യവട്ടം കാത്തിരിക്കുകയാണ് സഞ്ജു ഷോയ്ക്കായി. ഗാലറികൾ ഇരമ്പാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കൃഷ്ണരാജാണ് കാര്യവട്ടത്തിൽ നിന്നും